നമ്പർ 72 ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഫസ്റ്റ് സെറ്റ്, കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പർ. എളുപ്പം അല്ലേ? 20 നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണല്ലോ. സമ്മിന്റെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ ഏതാ? 1, 2, 3 എവിടം വരെ? 20 വരെയുള്ളു. അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തോ ഇക്വേഷൻ? n into n plus 1/2. വെരി ഗുഡ്. n എന്ന് പറഞ്ഞാൽ എത്രയാ? 20, നമ്പർ ഓഫ് ടേംസ്, ഇൻറ്റു 20 plus 1/2. 20 into 21/2. 21ഉം 20. 2ഉം 2 എത്രയാ? 4. 1. അപ്പൊ എത്ര വരും? 420. കണ്ടോ? അറിവിടാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സൈഡിലോട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഇൻഡ് ചെയ്യുക. 0, 0, 2, 4, 0, 2, 4, 420 2 420ന്റെ പകുതി 210. ഇത് അറിഞ്ഞിടാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കൊണ്ട് 4നെ കട്ട് ചെയ്യും. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് 2നെ കട്ട് ചെയ്യുന്നു 1 പ്രാവശ്യം. ബാക്കി 0, 210 കഴിഞ്ഞു. ഇത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ 420നെ 2 കൊണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. 420/2. 2 into 2 4, 0, 2 താഴെ ഇറക്കുന്നു, 2, 1 ഒരു പ്രാവശ്യം, 2, 0. ഈ 0 താഴോട്ടല്ല മുകളിലോട്ട് ഇറക്കുക. ദാറ്റ് മീൻസ് 210 കിട്ടുന്നു. ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ അല്ലേ? 210 കിട്ടി. ഇത്രയുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അടിച്ചോണം കേട്ടോ. n into n plus 1/2. സമ്മ് കിട്ടും 210. ക്ലിയർ അല്ലേ? ആറാമത്തേല് രണ്ടാമത്തെ സെറ്റ്, കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി. ഇത് നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആയത് കേട്ടോ. കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് 20 നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പർ. ആദ്യത്തെ 20 ഇതേപോലെ സീക്വൻസിന്റെ സമ്മ് കാണണം. പക്ഷേ ഒരു ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മൾട്ടിപ്ലൈയിങ് ദി നാച്ചുറൽ നമ്പർ ബൈ 5. നാച്ചുറൽ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡിങ് 1 കൊണ്ട് ആഡ് ചെയ്യണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സമാധാനത്തിൽ വായിച്ചു നോക്കണം. പ്രധാനപ്പെട്ട അയ്യോ കൺഫ്യൂഷൻ ആയെന്ന് പറഞ്ഞിരിക്കരുത്. അപ്പൊ എങ്ങനെ വായിച്ച നമ്മൾ നോക്കിയ കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് 20 നമ്പർ. അത്രയും നിർത്തുക. അതിനകത്ത് എന്ത് മനസ്സിലായി? 20 നമ്പറുകളുടെ സമ്മ് കണ്ടുപിടിക്കും. ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദി നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ മനസ്സിലായി? നാച്ചുറൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വെച്ച്? ബൈ 5 വെച്ച്. കണ്ടോ? അതിന്റെ ആഡിങ് 1. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് മനസ്സിലായി? നാച്ചുറൽ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൊണ്ട് ആഡ് ചെയ്യണം. എന്നിട്ട് വേണം ആ 20 സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ. കാൽക്കുലേറ്റ് ആൾസോ ദ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ്. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? n ടേംസും കണ്ടുപിടിക്കണം. ഇതാണ് 2 ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പർ ഇതല്ലേ, ഇതിന് ആദ്യം 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലസ് 1 കൊടുക്കണം. അപ്പൊ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 1 into 5 5 പ്ലസ് 1 6 പ്ലസ് അടുത്തത് 2 into 5 പ്ലസ് 1. 2 into 5 എന്താ? 10. 10 plus 1 11. അടുത്തത് into 5 plus 1. 5 into 3 15 plus 1 16. ഇങ്ങനെ പോകും. അപ്പൊ 20ാമത്തെ ടൈം എന്തായിരിക്കും എന്ന് പറഞ്ഞേ? 20 plus 1 അല്ലേ? 20 into 5 എത്ര? 100. 100 plus 1 101. സിമ്പിൾ. ലാസ്റ്റ് ടൈം കിട്ടിയില്ലേ? ഇനി ഇതിന്റെ സമ്മ് കണ്ടുപിടിച്ചാ പോരെ? സമ്മ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താ? n/2. പഠിക്കാതെ പറ. എന്ന് പറഞ്ഞ എത്ര ടൈം? 20 ടൈം 20/2. xn എന്ന് പറഞ്ഞ എത്രയാ? 101. അതിന്റെ കൂടെ നമ്മള് ലാസ്റ്റ് ടൈം കണ്ടുപിടിച്ചു സിമ്പിൾ ആയിട്ട്. ഇനി ഫസ്റ്റ് ടൈം എന്താ? 6. 20ന്റെ പകുതി എത്രയാ? 10 ഇൻറ്റു 101 പ്ലസ് 6 107. 10ഉം 107 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 70. ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ? കഴിഞ്ഞു.
സീറോ അങ്ങോട്ട് ഇൻഡ് ചെയ്യുമ്പോൾ വിട്ടുവരാൻ പോലെ 10 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ 1070. കംപ്ലീറ്റ് സിമ്പിൾ അല്ലേ? ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ഫസ്റ്റ് കിട്ടി. സം ഓഫ് ദി 20 നമ്പേഴ്സ് റൂൾ ഒക്കെ ഉണ്ട്, കിട്ടിയല്ലോ. ഇനി എന്താ രണ്ടാമത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ എന്ത് ടേം കാണണം, എന്ത് ടേം കാണണം അല്ലേ? സം ഓഫ് ദി എന്ത് ടേം എന്ന എന്താ കണ്ടുപിടിക്കുന്നത്? സം ഓഫ് ദി എന്തിന്. അപ്പൊ എന്ത് ടേം ആണോ സം ഓഫ് ദി എന്ത് ടേം ആണോ? സം ഓഫ് ദി എന്ത് ടേം ആ പറഞ്ഞിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞു സം ഓഫ് ദി സമ്മ് ശ്രദ്ധിക്കണം. സം ഓഫ് ദി ഫസ്റ്റ് എൻ ടേംസ് എന്ന് പറയുമ്പോൾ സമ്മുണ്ട്. അപ്പൊ എന്ത് ടേം ആണോ കാണേണ്ടത്? അല്ല, പിന്നെ എന്തോ കാണണ്ടേ? അതിന്റെ സമ്മ് കാണണം. അതെങ്ങനെയാ കാണുന്നത്? അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എടുത്തിട്ട് നാലാമത്തെ സെറ്റ് നമ്മൾ ചെയ്തത് 71ാമത്തെ പേജ് നാലാമത്തെ സെറ്റ് ചെയ്തില്ലേ? അവരതിനകത്ത് അവരെന്താ വേണ്ട നമുക്ക് എന്ത് ടേം കാണുന്നു. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അതിന്റെ സമ്മ് കണ്ടുപിടിച്ചു. അത് അപ്പൊ ഇവിടെ എന്ത് ടേം ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നമ്മളെ ഐഡിയ എന്തായിരിക്കണം? എന്ത് ടേം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? സം ഓഫ് ദി എന്ത് ടേം കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ ഹൗ ടു ഫൈൻഡ് എന്ത് ടേം? എങ്ങനെ എന്ത് ടേം കാണുന്നേ? ഇതിന്റെ സീക്വൻസ് എടുത്തിട്ട് അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? എന്ത് ടേം കാണണം അല്ലേ? അപ്പൊ എങ്ങനെ എന്ത് ടേം കാണുന്നേ നോക്കിയേ. 6, 11, 6, 11, 16 അല്ലേ? അപ്പൊ എങ്ങനെയാ കാണുന്നത്? എന്റെ ഇക്വേഷൻ എന്താ? xn dn പ്ലസ് f മൈനസ് d അല്ലേ? എന്തൊരു വളവ്. ഡിഫറൻസ് എത്രയാ? 5. 5n പ്ലസ് ഫസ്റ്റ് ടേം എന്താ? 6. ഇതിന്നായിരിക്കണം. ഇത് നാച്ചുറൽ നമ്പർ, അത് കഴിഞ്ഞു. പുതിയ നമ്പർ ഇതാണ് നമുക്ക് കിട്ടിയത്, ഇതിന്റെയാണ് കാണേണ്ടത് കേട്ടോ. ഫസ്റ്റ് ടേം എത്ര ഇവിടെ? 6. കോമൺ ഡിഫറൻസ് 5. 5n പ്ലസ് 6ന് 5 കുറച്ചാൽ 1. 5n പ്ലസ് 1. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ടേമായില്ലേ? ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ്. അതിന്റെ ഇക്വേഷൻ n/2 xn പ്ലസ് x1. അപ്പൊ n/2 5n പ്ലസ് 1 പ്ലസ് 6. ഫസ്റ്റ് ടേം ആയിട്ട് 6 തന്നെ കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയേ n/2 5n. ഇവിടെ നോക്കിയേ 5n പ്ലസ് 6 1 7. n/2 5n പ്ലസ് 7. ഇങ്ങോട്ട് എഴുതുവാണ്. ഇൻറ്റു ചെയ്ത് എഴുതുന്ന അവർക്ക് n/2 ഇൻറ്റു 5n പ്ലസ് n/2 ഇൻറ്റു 7. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ n/2 ഇൻറ്റു 5n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5n സ്ക്വയർ ബൈ 2 പ്ലസ് 7n ബൈ 2. 7n ബൈ 2. ഇതിനെ ഇങ്ങനെ എഴുതാം. 5n സ്ക്വയർ പ്ലസ് 7n ബൈ, ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് 2. 5n സ്ക്വയർ പ്ലസ് 7n ബൈ 2 എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. കുഴപ്പമില്ല. എങ്ങനെയാ? 1/2 5n സ്ക്വയർ പ്ലസ് 7n എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് വരണം? ഡൗട്ട് വരണം. ഡൗട്ട് വന്നാലേ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പഠിക്കാൻ പറ്റും. അത് ധൈര്യമായിട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കണം. ഇതെങ്ങനെ വന്നു? അതെന്തുകൊണ്ട് അത് എടുത്തില്ല? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നവർ ആൻസറും പറയും, പഠിക്കാത്തവർ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. എവിടാണെന്നുണ്ടെങ്കിലും എണ്ണിച്ച് നിന്ന് ധൈര്യമായിട്ട് ചോദിക്കണം. അതെങ്ങനെ വന്നു? അതെന്തുകൊണ്ട് അത് എടുത്തില്ല? ഇവിടെ എന്തുകൊണ്ട് 6 എടുത്തു? അവിടെ എന്തുകൊണ്ട് 101 എടുത്തില്ല? എന്നൊക്കെ ചോദിക്കണം. ചോദിക്കുമ്പോഴേ പഠിക്കാൻ പറ്റൂ. സം ഓഫ് ദി ടേം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഇതിന്റെ സമ്മ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സമ്മ. പിന്നെ വീണ്ടും അതിട്ട് ചെയ്യണോ? വേണ്ട. പിന്നെ അതിന്റെ എന്ത് ടേമാ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? അപ്പൊ അതിന്റെ എന്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? എൻ ടേം വേണം. എന്ത് ടേം? സം ഓഫ് എൻ ടേം കണ്ടുപിടിക്കാൻ എന്ത് വേണം? എൻ ടേം വേണം. എൻ ടേം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഏത് ചെയ്തത്? ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇട്ട് ആ സീക്വൻസ് ഇട്ട് എൻ ടേം കണ്ടുപിടിച്ചു കേട്ടോ. ആ എൻ ടേം കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് എടുത്തിട്ട് സമ്മിലോട്ട് എടുത്തിട്ട്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക.